ഓശാന ഞായർ കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലപ്പൻ ചേരുന്നു. സുധീഷ്, ഏതു ദേവാലയത്തിലാണുള്ളത്? എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ജോർജ് ദേവാലയത്തിലാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ കർമ്മങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കുർബാനയും അതോടൊപ്പം തന്നെ കുരുത്തോല വെഞ്ചിരിപ്പും അടക്കമുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഇതിന് ശേഷം കുരുത്തോല പ്രദർശനം ഉണ്ടാകും. ഇപ്പോൾ നിരവധി ഭക്തർ, ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എറണാകുളത്തെ ഒരു പ്രധാന ദേവാലയം തന്നെയാണ് എടപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയം. ഇവിടെ പുലർച്ചെ 6:30 ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യം കുരുത്തോല വെഞ്ചരിപ്പും അതോടൊപ്പം തന്നെ കുർബാനയുമാണ് നടക്കുന്നത്. അതിനുശേഷമാണ് കുരുത്തോല പ്രദർശനം നടക്കുന്നത്. നമുക്കറിയാം, ജെറുസലേമിലേക്ക് എത്തിയ യേശുവിനെ വരവേറ്റ ഒലിവിലകളും ഒപ്പം തന്നെ കുരുത്തോലകളും ഒക്കെയായി എതിരേറ്റ ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് നടക്കുന്നത്. ഇന്നു മുതൽ ഇനിയും വിശുദ്ധ വാരാചരണവും തുടങ്ങുകയാണ്. പീഡനാനുഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ടുള്ള ക്രൈസ്തവരുടെ ഏതാണ്ട് 50 ദിവസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങൾ അവസാന വാരത്തിലേക്ക് കടക്കുകയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച വലിയ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഓരോ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകളിലുമെല്ലാം തന്നെ നടക്കുക കൂടി ചെയ്യും. എന്തു തന്നെയായാലും ഇപ്പോൾ ഇവിടെ ഇത് കുർബാന ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇതിനു ശേഷം ഓരോ ഭക്തർക്കും വെഞ്ചരിച്ച കുരുത്തോലകൾ കൈമാറുകയും അതുമായി നഗരപ്രദർശനം നടത്തുകയും ചെയ്യും. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും നിരവധി പേർ എത്തിച്ചേർന്നുണ്ട്. വലിയ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലും പള്ളിയിലേക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിലെല്ലാം പങ്കുചേരാനായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, കുർബാനയുടെ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൃഷ്ണരാജ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഓശാന ഞായർ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ചടങ്ങുകൾ, പ്രാർത്ഥനകൾ, പ്രദക്ഷിണമൊക്കെ നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.